രീതിയിലാണ് ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. ഏത് കളറിൽ ഷോപ്പ് ചെയ്യണം, എത്ര രൂപയ്ക്ക് ഷോപ്പ് ചെയ്യണം, എത്ര സമയം കൊണ്ട് ഷോപ്പ് ചെയ്യണം എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഷോപ്പിംഗ് ആയിട്ട് നല്ല ഇൻട്രസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഷോപ്പിംഗ്. പിന്നെ ഞങ്ങൾ മൂന്നാളോട് പോകുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് മൂന്നാൾക്കും കൂടി പോയിട്ട് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ചാലഞ്ച് അല്ല, ഇത് കറക്റ്റ് ഒരു കോമ്പറ്റീഷൻ ആണ്. നിങ്ങൾക്ക് ഞാനൊരു കളർ തരും, ആ കളറിൽ മാത്രമേ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. 90 മിനിറ്റ് സമയമായിരിക്കും നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ ഉണ്ടാവുക, 1.5 മണിക്കൂർ സമയം. ഞാൻ തരുന്ന ബജറ്റിന്റെ ഉള്ളിൽ ഞാൻ തരുന്ന കളറിൽ ഏറ്റവും കൂടുതൽ സാധനം ആരാണോ ഷോപ്പ് ചെയ്യുന്നത് അവരായിരിക്കും വിന്നർ. അതൊന്നും ഞാൻ തരുന്ന ബജറ്റിൽ നിങ്ങൾ ഷോപ്പ് ചെയ്യണം. ഓക്കെ. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അല്ലാത്ത എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രം എടുക്കരുത്. ഓക്കെ, റെഡിയാണോ? എന്നാ ഓരോ ബജറ്റ് പിടിച്ചോ. 2000 രൂപ കളർ തീരുമാനമായിട്ടില്ല. അപ്പൊ നിങ്ങൾ ഷോപ്പ് ചെയ്യേണ്ട കളർ ഗ്രീൻ. ഗ്രീൻ കളറിൽ വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ മാക്സിമം നമ്പർ എടുക്കുന്നവരായിരിക്കും ജയിക്കുക. സെയിം സാധനം എടുത്തു കഴിഞ്ഞാൽ ആ ഐറ്റം ഡിസ്ക്വാളിഫൈഡ് ആവും, അതായത് ആ എണ്ണം കുറയും. അപ്പൊ നമ്മള് മൂന്നാളും കൂടെ വെറൈറ്റി സാധനങ്ങൾ തപ്പി പിടിച്ചിട്ട് 1.5 മണിക്കൂറിനുള്ളിൽ എടുക്കണം. ഈ പച്ചയുടെ പല പല ഷെയ്ഡുകളൊക്കെ പോവാലോ. അതെന്ത് വേണം എടുക്കാം, പക്ഷെ പച്ചയായിരിക്കണം. ആരും മിനിസും ഒന്നും കയറരുത് പ്ലീസ്. ഷോപ്പ് ചെയ്യാൻ വേണ്ടി കാറിന്ന് ഇറങ്ങുന്ന സമയത്ത് ടൈമർ സ്റ്റാർട്ട് ചെയ്യും, തിരിച്ച് കാറ് കയറുന്ന സമയത്ത് എൻഡ് ചെയ്യും. ഓക്കെ, 1.5 മണിക്കൂറിനുള്ളിൽ തിരിച്ച് കയറണം. അപ്പൊ ഞങ്ങളും ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഷോപ്പിങ്ങിന് പോവാന്. ആ സമയം ആകുമ്പത്തേ കാറിലോട്ട് എത്തും വേണം. ശ്രീക്ക് കുറച്ച് പേര്, കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ശ്രീക്ക് ഷോപ്പ് ചെയ്യാൻ കുറച്ച് പിന്നെ ടൈമും. അതെ, ടൈമും അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ വേറെ ടൈമിന് എത്തിയില്ലെങ്കിൽ ആളെ പോയിട്ടോ. പിന്നെ ബാക്കിയുള്ളവര് ആരാണോ ഉള്ളത് ഓർക്ക് മാത്രമേ ചാലഞ്ച് ഉണ്ടാവുള്ളൂ. കറക്റ്റ് 1.5 മണിക്കൂർ ആവുന്ന സമയത്ത് കാറിൽ തിരിച്ച് കേറിയിട്ട് ഉണ്ടാവണം. ഓക്കെ, എന്നാ ഇറങ്ങിയോ? കാറിന്ന് ഇറങ്ങുമ്പോഴാണ് ടൈമർ വെക്കുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ ഗ്രീൻ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് പ്ലാൻസ് ഒക്കെ എന്റെ തലയിലുണ്ട് കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്നുള്ളത് കുറച്ചൊക്കെ ഞാൻ ആലോചിച്ചു. എനിക്ക് കാണുമ്പോ മാത്രമേ ആ സാധനം പച്ചയാന്ന് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് ഞാൻ കാണുന്നതിൽ എന്തെങ്കിലും നോക്കി എടുക്കാന്ന് വിചാരിക്കാം. ഇന്നത്തെ ചാലഞ്ച് ശരിക്കും എനിക്കൊരു ചാലഞ്ചാണ് ഗൈസ്. പക്ഷെ സ്റ്റിൽ ഞാൻ ഫസ്റ്റ് എങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാരും മിനിസായിരിക്കും. ഞാൻ മിനിസുണ്ടാവും. ഇന്ന പിന്നെ എല്ലാരും കൂടി മിനിസ പോവാ. പിന്നെ ഞാൻ വേറൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, അത് മേലെയാ. അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. നല്ല കോമഡി ഒക്കെ ഒരേ സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, ടൈം പോകും. നിങ്ങൾ അതെടുത്തോ ഞാൻ അതെടുത്തോ ഇങ്ങനെ ആലോചിച്ചു. അല്ല വേണ്ട, ഓരോരുത്തർ ഓരോ സമയത്ത് സെയിം സ്ഥലത്ത് എത്തിയിട്ട് അവസാനം തമ്മിൽ അറിയാണ്ട് എടുത്ത സാധനങ്ങൾ തന്നെ എടുത്തു. അപ്പൊ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിക്കോളൂ. അതാ നല്ല, ഓരോരുത്തർ ഓരോ വഴിക്ക് നമുക്ക് നോക്കി നമ്മളെ മൈൻഡ് എങ്ങനെയാ പോകുന്നത് അവിടെ എത്തിയിട്ട് നോക്കാം. ടൈമർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കടന്നു ഓടും, അതിൽ എന്തെങ്കിലുമൊക്കെ വരും. അങ്ങനെ ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മളെ സമയം അടുത്തിരിക്കുകയാണ്, ഞങ്ങൾ എത്ര സ്ഥലത്ത് എത്തി. ഇനി നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രീൻ കളർ ഷോപ്പിംഗ് ചാലഞ്ച് ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഗൈസ്. 3, 2, 1 ഗോ. ഞാൻ പോവാ. ഞാനിനി ഇവരെ ആരും നോക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ തിരിക്കണം. ഷാവിദ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി ഞങ്ങൾ കണ്ടുമുട്ടുന്നത് അല്ല 1.5 മണിക്കൂറല്ലേ എന്ന് വെച്ചാൽ ഇപ്പം മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് 1.5 മണിക്കൂറല്ലേ. ഞാൻ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലിഫ്റ്റിൽ കയറണം. ഓരോരുത്തരും ഓരോ വഴിക്ക് പോയിട്ടുണ്ട്. ഞാൻ അവിടെ കയറുന്നപ്പോൾ തന്നെ ഒരു പച്ച കളർ ഡൈനോസർ സോഫ്റ്റ് ഡ്രൈ കാണുന്നുണ്ട്, പക്ഷെ അതിന് എത്രയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ആദ്യം ചെറിയ ബഡ്ജറ്റ് നമുക്ക് തുടങ്ങാം. എനിക്ക് ഇപ്പം എത്തേണ്ടത് ഏറ്റവും മുകളിലേക്കാണ്. സംഭവം എന്ന് വെച്ചാൽ അവിടെ സ്കൂൾ മാർട്ട് ഉണ്ട്. അപ്പോൾ സ്കൂൾ മാർട്ടിൽ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുറേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഗ്രീൻ കളറിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മൊത്തം കളക്ട് ചെയ്യാം, എന്നിട്ട് വേറെ വരാം. ഇവിടെ പച്ച കളറിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഏതാണ് നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. പൈസേൻ്റെ ഒരു പ്രശ്നമുണ്ട്, 2000 രൂപയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഭയങ്കര പൈസ കൂടുതലുള്ള സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് ബഡ്ജറ്റ് ഇല്ലാണ്ടായി പോകരുത്. ഫസ്റ്റ് നമുക്ക് ലോ ബഡ്ജറ്റിൽ തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. ഞാൻ എന്തായാലും മിനിസിലേക്ക് പോവാണ് കേട്ടോ. ഇതില്ലേ ഇവിടെ നിന്ന് ഓടാൻ പറ്റില്ല, കാല് സ്ലിപ്പായി പോകും. തേടി വള്ളി കാലിൽ ചുറ്റിന്ന് പറഞ്ഞാലേതാ.
എന്താ പരിപാടി? ഞാൻ പറഞ്ഞല്ലേ മിനിസോലി കയറി എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇവിടുന്ന് പോയിക്കാന്നുണ്ടത്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ സാധനം എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ. ഇതിന് കുറഞ്ഞ വിലയുള്ളൂ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചേൻ്റെ കൂടെ നീലിയുണ്ട്. അത് ബുദ്ധിമുട്ടാണോ എനിക്ക് അറിയില്ല. സോപ്പിൻ്റെ ട്രേ ആണെന്ന് തോന്നിട്ടത് 170 രൂപയാണ്. ഇതിന് 170 രൂപയാണ്. ഇതും ഗ്രീൻ കളറാണ് കേട്ടോ. നമുക്ക് വേറെ ഉണ്ടോ നോക്കിയിട്ട് തീരുമാനിക്കാം. ഇവള് പോകുന്നില്ലേ? ഞാൻ നോക്കി വെച്ച സാധനം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം ഇതിന് 130 രൂപയുള്ളൂ. പിന്നെ ഒരു ബാഗ് നോക്കി വെച്ചിരിക്കുന്നത്, അത് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എടുക്കാം. ഫസ്റ്റ് നമുക്ക് വേറെ സ്ഥലത്ത് പോയി നോക്കാം. ഇത് എനിക്കിഷ്ടമായി. നല്ല രസമല്ലേ? ഒന്ന് ഞാൻ അത് ഫിക്സ് ചെയ്തിട്ടോ. 170 രൂപയാണ്. കുഴപ്പമില്ല, അതെടുക്കാം. അങ്ങനെ കേസ് ഞങ്ങൾക്ക് 3rd ഫ്ലോറിലെത്തി. എപ്പോഴും ഇവിടെ കറങ്ങുന്നതുകൊണ്ട് ഫസ്റ്റ് തന്നെ എങ്ങോട്ട് പോകണമെന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ 3rd ഫ്ലോറിൽ ഏറ്റവും കോർണറിലുണ്ട് സ്കൂൾ മാർട്ട്. അപ്പോൾ അവിടേക്ക് നമുക്കൊന്ന് പോയി നോക്കട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അതാണ് എനിക്ക് പേടി. അറിഞ്ഞൂടെ കേസ്, ഞാൻ അവിടെ പോയി നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 5 ശതമാനം അവിടെ ഉണ്ടാവും എന്നുള്ള എനിക്ക് അറിയാൻ പാടില്ല. ഇല്ലെങ്കിൽ പിന്നെ സ്കൂൾ മാർട്ടിന് തൊട്ടടുത്ത് വേറൊരു കടയും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ കവർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അപ്പോൾ ഒരെന്താ എടുക്കുന്ന ഒരു സെക്ഷനിലേക്കൊക്കെ പോകുന്നതെന്നുള്ള മനസ്സിലാവും. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തന്നെയാണ് എനിക്ക് വേണ്ടത്. ഇത് കൊള്ളാമോ? ഇത് എത്ര പ്രൈസ്? 89 രൂപ. ഇതൊന്നും എടുക്കാം ഗൈസ്. ഇത് നോക്ക്, ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇത് 85 ഇതിനും 85 രൂപയാണ്. വേണ്ട, ഇത് വേണ്ട. നമുക്കതിന് പകരം ഇത് ഒറ്റയ്ക്കുള്ളതാണ്. ഇപ്പോൾ കുറച്ചും കൂടെ പ്രൈസ് കുറവായിരിക്കും. 65. ഇപ്പം ഞാനൊരു ഒറ്റ സാധനം എടുത്തിട്ടുള്ളൂ, ഗ്രീൻ കളറിലുള്ള. ഇനിയിപ്പം അത് 89 റുപ്പീസാണ് വരുന്നത്. ഇനി ഒരു റിബൺ ഇവിടെ കാണുന്നുണ്ട്. എത്ര പ്രൈസ്? 25. ഇതൊക്കെ ചിലപ്പോൾ എല്ലാവരും എടുക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇങ്ങനത്തെ ഒരു റിബൺ. ഈ റിബണാണ് ഞാൻ എടുത്തെടുത്ത കേസ്. ഒരു കുഞ്ഞ് ഗ്രീറ്റിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രീറ്റിംഗ് കാർഡ് ഇവിടെ വേറല്ല, അപ്പോൾ ഇത് വേറെ ആരും എടുക്കാൻ ചാൻസ് ഇല്ല. അതിനോട് ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തത് കേസ്, ഈ ഒരു ഗ്രീൻ സ്റ്റിക്കർ ഉണ്ടല്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വേറൊരു കോപ്പി ഉണ്ട്. ഇത് ഞാൻ വേറെ എവിടെ ഒളിപ്പിച്ചേക്കട്ടെ. ചെയ്യുന്നത് ശരിയില്ല, പക്ഷേ ഗെയിം ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് കേസ്. പച്ച കളറിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഞാൻ ഇപ്പം ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പ്രൈസ് അധികം ആവോ എന്നുള്ളൊരു ഇതിൻ്റെ പുറത്ത് ഞാൻ അധികം ഒന്നും എടുക്കാതെ നടക്കുകയാണ്. ഞാൻ ഈ ഒരു സാധനം കൂടി എടുത്തിട്ടുണ്ട്. ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇതിന് വെറും 60 രൂപയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ 200 രൂപയ്ക്ക് സാധനം വാങ്ങി. നേരത്തെ വാങ്ങിയ പേഴ്സും പിന്നെ ഒരു നെയിൽ പോളിഷും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് ഗ്രീൻ കളറ്. ഇനി ഇന്ത്യയിൽ 1800 ഗൈസ് ബാക്കിയുള്ളത്. ഇവിടെ ഫുള്ള് തിരക്കാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആകെ 2 സാധനം വാങ്ങിയിട്ടുള്ളൂ. ഇനി ബാക്കി ഞാൻ സ്കൂൾ മാർട്ടിൽ ഒന്ന് പോയോ കൂടെ ഗൈസ്. അവിടെ കുറേ ഗ്രീൻ കളർ സാധനങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ ഉടുക്ക് പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതാകുമ്പോൾ ഒരു സാധനമായിട്ട് അത് കൂട്ടുമല്ലോ. അപ്പം ഞാൻ അങ്ങോട്ടൊന്ന് പോയോക്കട്ടെ. ശ്രീൻ്റെ ഒരു പൊടി പോലും ഇവിടെ എവിടെയും കാണാനില്ല ഗൈസ്. കിട്ടി ആളെ കിട്ടി ഗൈസ്. കാര്യമായിട്ട് എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ അവിടെ എല്ലായിടത്തും എല്ലാവരും ഉണ്ടല്ലോ. ഇല്ല ഞാൻ പോയേ. ഷാമിൻ്റെ ശ്രീൻ്റെ ഒരു അഡ്രസ്സില്ല. ഷാമി മിനിസോന്ന് ആ ഒരു ഒറ്റ സാധനം വാങ്ങിയിട്ട് ഓൾ ഏത് വഴിക്കാണ് പോയെന്നറിയില്ല. ഇനി ഞാൻ ഓരോരോ സാധനങ്ങൾ കണ്ടുപിടിക്കണം. എനിക്ക് പൈസ പോകുന്നത് അധികം ആവുന്നുണ്ടോ, പെട്ടെന്ന് വാങ്ങുമ്പോൾ സമയം പോകുന്നുണ്ടോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോൾ ഹോം സെൻറ്ററിൽ വന്നാണ്. ഒരു പച്ചക്കളർ ചെടിയോ ഇലയോ അല്ലെങ്കിൽ ക്യാൻഡിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പൈസയൊക്കെ കിട്ടിയാലോ എന്ന് വിചാരിച്ച് വന്നാട്ടെ. ഞാൻ ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. നല്ല ഫ്രെയിമോ എന്തൊക്കെയോ അവിടെ കാണുന്നുണ്ട്. പക്ഷെ ബഡ്ജറ്റിനുള്ളത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു ഗ്രീൻ കളർ ഒരു ബൗള് പോലത്തെ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി 149 രൂപയുള്ളൂ. ഇത് നമുക്ക് എടുക്കാം. ഇതിന് 69 രൂപയാണ് കേട്ടോ. ഇതുണ്ടോ ഇവിടെ? 69 രൂപയാണ്. ഇതും ഗ്രീൻ കളറാണ്. എനിക്കൊരു വെറൈറ്റി ഗ്രീനൊക്കെയാണ് കേട്ടോ കിട്ടുന്നത്. പക്ഷെ എന്തായാലും ഇത് ഓക്കെയാണ്. അപ്പോൾ ഇതും ഞാൻ എടുക്കുന്നുണ്ട്. അടുത്ത ഞാൻ എടുത്തത് ഗ്രീൻ ക്രേപ്പ് പേപ്പറാണ്. ഇത് പെർ പീസ് 12 രൂപയാണ് കേട്ടോ. ഇപ്പോൾ 2 കളർ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അതേ ഉള്ളൂ ഇവിടെയുള്ള ക്രേപ്പ് പേപ്പേഴ്സിൽ ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ അല്ല. അപ്പോൾ ഉള്ള 2 കളർ ഞാനത് എടുത്തിട്ടുണ്ട്. അതൊന്നും വേറെ ആൾ എടുക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തത് പൈസ സൈഡിലേക്ക് തിരിയേണ്ടതൊക്കെ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതാണ്
ഗൈസ് ഞാൻ മിനിസോന്ന് വാങ്ങിയ 2 സാധനങ്ങൾ ഇതിന് ഇനി 200 രൂപയായിട്ടോ. ഇനി എൻ്റെ കയ്യിൽ ആകെ 1500 രൂപയെ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് വില കുറഞ്ഞ സാധനങ്ങൾ നോക്കിയാലല്ലേ കൂടുതൽ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ അവിടെ മിനിസോയിൽ കണ്ടൊരു ബാഗിന് 200 സംതിങ് ആണ്. അപ്പം അവസാനം നോക്കിയിട്ട് അത് വാങ്ങാൻ വിചാരിച്ചിരിക്കാം കേട്ടോ. ഞാൻ ഇവിടുന്ന് ഞാൻ എന്തെങ്കിലും കളറിങ് ബുക്സൊക്കെ ഉണ്ടാവില്ലേ, ഗ്രീൻ കളർ ചട്ടയൊക്കെ ഉള്ളത്, അത് നോക്കാം കേട്ടോ. ഇതൊരു ഗ്രീൻ കളർ ബുക്കാണ്. 150 രൂപ. കളറിങ് ബുക്ക് നോക്കാം നമുക്ക്. ശ്യാമി ഇവിടെ തന്നെ അടിപ്പോളെ കണ്ടതേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നമുക്ക് ഒറ്റ സിംഗിൾ പീസുള്ള സാധനങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സത്യം പറഞ്ഞതാ ഈ സംഭവം ഉണ്ട്, പക്ഷെ അത് ഒരുപാട് പീസ് ഉണ്ട്. പിന്നെ മുടിക്ക് കുത്തുന്ന എന്താ പറയുക ക്ലിപ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ നെയിൽ കട്ടർ കണ്ടോ, ഇതൊക്കെ നല്ല ക്യൂട്ട് സാധനങ്ങളാണ്. പക്ഷെ അത് എടുക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് പീസ് ഉണ്ട്. അത് മിക്കവാറും വേറെ ആൾക്കാർ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. വേറെ ഇനിയിപ്പോൾ എന്താ എടുക്കുക? സിംഗിൾ പീസ് മാക്സിമം നമുക്ക് സിംഗിൾ പീസ് എടുക്കാൻ നോക്കാം. ക്ലോ ക്ലിപ്പ്, മിനി ക്ലോ ക്ലിപ്പ്, ഇത് സിംഗിൾ പീസ്, ഇത് ഒറ്റ പീസ് വേണം. ഇത് ഞാനൊന്നും എടുക്കാൻ വിചാരിക്കാം കേട്ടോ. പ്രൈസ് കുറവാണ്, ഓക്കെയാണ്. നടക്കില്ല കേസ്, ക്ലോ ക്ലിപ്പ് വേറെ ഉണ്ട്, അത് നടക്കില്ല. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കിട്ടുന്ന അത്ര സാധനങ്ങൾ ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടിക്കോണമെന്നില്ല, അതാണ് പ്രശ്നം. ഇവിടെ ആകുമ്പോൾ ഒരുപാട് സ്റ്റേഷനറീസ് ഉണ്ട്, ഗ്രീൻ ബ്രഷ്, പെയിൻറ്റിങ് ബ്രഷ് ഉണ്ട്. പക്ഷേ പെയിൻറ്റിങ് ബ്രഷ് എടുക്കാൻ പറ്റില്ല, അതാണ് ഒരു ലോഡ് സാധനം ഉണ്ട്. എന്തായാലും ആരെങ്കിലും ഒക്കെ എടുത്തുണ്ടാവും. സ്റ്റിക്കേഴ്സ് നോക്കും, നല്ല ഭംഗിയുണ്ട്, പക്ഷെ അത് ഒരുപാട് പീസ് ഉണ്ട്. ഇതെന്താ 399 രൂപ, അതിപ്പോൾ നടക്കില്ല. ഇത് മേക്കപ്പ് ചെയ്യുന്ന പഫാണ്. അപ്പോൾ ഇത് ഗ്രീൻ കളർ കിട്ടി, അപ്പോൾ ഇതും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വേഗം പോയി. ഇനി എനിക്ക് 1 മണിക്കൂർ സമയം കൂടി ബാക്കിയുള്ളൂ കേട്ടോ. ഞാൻ ആകെ 5 സാധനങ്ങളോ അങ്ങനെ എന്തോ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ഇനി സാധനങ്ങൾ നമ്മൾ എടുക്കണം, വേറെ സ്ഥലത്ത് പോയി നോക്കണം. വെറുതെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഞാൻ ആ പച്ച മാറ്റ് എടുത്ത് അത് 299 ആണ്. ഞാൻ ഈ 3 സാധനങ്ങളെടുത്ത് നടന്നുകൊണ്ടിരിക്കുക ഗൈസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവർ വന്നിട്ടേ ഇല്ല കേട്ടോ. ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ഇവർ വരുന്നുണ്ടോ, പക്ഷേ ഈ ഭാഗത്തോട്ട് എത്തിയിട്ടില്ല. ഈ ചെടീൻ്റെ സെക്ഷനൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഗൈസ്. ബൈ 2 അറ്റ് 449 ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ, ബഡ്ജറ്റില്ല, അതാണ് പ്രശ്നം. എത്രയാണ്? 249 ഗൈസ്, നല്ല വില ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ അവിടുന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഈ ബുക്ക് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമാവും ചെയ്ത്, ഗ്രീൻ കളറുമാണ്, 50 രൂപയുള്ളൂ ഗൈസ്. അപ്പോൾ ഇത് വാങ്ങാം നമുക്ക് ഗൈസ്. റിബൺ പോലത്തെ ഈ ഗ്രീൻ കളർ സാധനമല്ലോ, ഇങ്ങനെ ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യല്ലേ, ഇങ്ങനെ ലീഫ് പോലത്തെ ആ സാധനത്തിന് 30 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ ഇത് എടുത്തു കേട്ടോ. മിനിസിൽ പോയി അവിടെ 5, സ്കൂൾ മാർട്ടിൽ വന്നപ്പോൾ ഇവിടെ ശ്രീ. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് കയറി കേട്ടോ. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതൊരു ടാസ്ക് തന്നെയാണ് ഗൈസ്. കാരണം നല്ല നല്ല സാധനങ്ങൾക്ക് നല്ല നല്ല റേറ്റ് ഉണ്ട്. നോക്കട്ടെ, ഞാനിപ്പം സ്കൂൾ മാർട്ടിൽ നിന്ന് ഒരു 3 സാധനങ്ങൾ എടുത്ത്. ലാസ്റ്റ് ഞാൻ എടുത്തത് മറ്റേ കൈക്കൊണ്ട് സോപ്പില്ലേ, ഒരു കുഞ്ഞു കുഞ്ഞു സോപ്പുകൾ. അപ്പോൾ അത് ടോട്ടൽ 135 ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ 3 സാധനമായി, മിനിസോന്ന് 2 സാധനമായി. ഇപ്പോൾ ടോട്ടൽ 5 സാധനം ഞാൻ എടുത്തു കേട്ടോ. ഇനി കുറച്ചൊരു വലുപ്പമുള്ളൊരു കാണാനൊരു ഭയങ്കര സാധനം നോക്കട്ടെ ഗൈസ്. ഞാനിപ്പോൾ കയറിയ സ്ഥലത്ത് നിന്ന് ഇത് ഗ്രീൻ കളറാണ് കേട്ടോ, ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. ഈ ഒരു ഗ്രീൻ കളർ ബാഗ് എടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ഷാർപ്പനറും എടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ എനിക്ക് തോന്നുന്നൊരു 7-8 സാധനം അല്ലെങ്കിൽ 6 സാധനം എന്തായാലും ആയിട്ടുണ്ട്. അത്രയും സാധനമായി. ഇനി നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടെ സാധനങ്ങൾ കണ്ടുപിടിക്കണം. 48 മിനിറ്റ് ആട്ടോ എനിക്കിനി ബാക്കിയുള്ളത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് നടന്നു നോക്കാം. അപ്പോൾ ഞാൻ നടന്ന് ഫുഡ് കോർട്ടിലെത്തി. ഇവിടെ എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ തിരിച്ചു പോകേണ്ടി വരും. സ്കൂൾ മാർട്ട് ഉണ്ട് ഗൈസ്, നമുക്ക് സ്കൂൾ മാർട്ടിൽ കയറിയേക്കാം. ചിലപ്പോൾ അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇവിടേക്ക് എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തപ്പി പിടിക്കാമെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് ബാക്കിയുള്ള പൈസ 1256 രൂപയാണ് കേട്ടോ. 1256 രൂപയിൽ ഇനി നമ്മൾ കുറച്ചധികം എണ്ണത്തിൽ സാധനങ്ങൾ വാങ്ങണം. ഒന്ന് ഞാനിതെടുത്ത്, ഇത് യൂസ്ഫുള്ളാണ്, ഉപയോഗമാണ് എനിക്ക് ഇങ്ങനെ ഒട്ടിച്ചൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം സ്റ്റിക്കി നോട്ട്സിൻ്റെ ഒരു സെറ്റ് എടുത്ത്, അത് 119 രൂപയാണ്. പിന്നെ ഈ ഹെയർ ടൈയും എടുത്ത്, അതിന് 85 രൂപ കേട്ടോ. ഇനി നമുക്ക് ബാക്കി നോക്കാം. ആരാ ഫോണും ചെയ്ത് നിൽക്കാതെ പോയി ഷൂട്ട് അറിയാൻ വേണ്ടി വിളിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല ഇവിടെ ആരെങ്കിലും ഒരാളുണ്ടാവും, എനിക്ക് അപ്പോഴേ തോന്നി. ഷാമിണ്ട്, വെരി ഗുഡ്. ഒരു ഗ്രീൻ കളർ ഗ്ലൂ എടുക്കട്ടോ. യെല്ലോ അല്ല, കറക്റ്റ് ഗ്രീൻ തന്നെ ഞാൻ എടുത്തുണ്ട്. ഒരു സേജ് ഗ്രീൻ ആയിട്ടുള്ള ഒരു ഹാങ്ങർ കിട്ടിയിട്ട്. അപ്പോൾ ഇത് 99 രൂപ. ഇത് ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇതെന്താ മൊസൈക്ക് ആർട്ടോ അങ്ങനത്തെ എന്തൊരു സംഭവമാണ്, പക്ഷേ ഗ്രീനാണ്. ഇതൊരൊറ്റ പീസേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പൈപ്പ് ക്ലീനർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരൊറ്റ പീസേ ഉള്ളൂ. ആൻഡ് ഈ ഒരു റോസ്, ഇത് ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നൈസായിട്ട് ഇടയിലേക്ക് കോളം വരുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് ലാസ്റ്റ് ഈ ലേസർ ലൈറ്റും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തതിന് നമുക്ക് ബില്ല് ചെയ്യാം.
നമ്മളിത് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ബില്ല് ചെയ്തിട്ട് ഇവിടെ എത്ര പ്രൈസ് ആയി നോക്കണം, എന്നിട്ട് ബാക്കി പ്രൈസിന് വേണം എനിക്ക് ബാക്കി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 558 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ച് ടോട്ടൽ ഇപ്പം എൻ്റെ കയ്യിൽ 7 സാധനങ്ങളുള്ളത്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് സമയം തീരെയില്ല ഗൈസ്. മാക്സിമം സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഇന്നുള്ള ടാസ്ക്. ഇനി നമുക്ക് ഒരുപാട് സ്ഥലം കറങ്ങാനില്ല, അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റോറിലേക്ക് പോകട്ടോ. അടുത്ത ഗൈസ് നമുക്ക് ഈ സാധനം എടുക്കാം. അതിന് 40 രൂപയുള്ളൂ കേട്ടോ. ഗ്രീൻ കളറിൽ ഞാനൊരു ഫയൽ എടുത്തിട്ടുണ്ട്. ഇതിനാകെ 35 രൂപയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ഗ്രീൻ കളറിലുള്ള ഈ ഒരു സാധനം എടുത്തു. എന്തോ ഗൈസ് എന്താണെന്നറിയില്ല, അങ്ങോട്ട് സാധനങ്ങൾ അങ്ങോട്ട് വിചാരിച്ച പോലെ അങ്ങോട്ട് കിട്ടുന്നില്ല. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല ഗൈസ്. കിട്ടാത്തതുകൊണ്ടാണോ, ബഡ്ജറ്റിൽ ഒതുങ്ങാത്തതുകൊണ്ടാണോ, സമയത്തിൻ്റെ ടെൻഷനാണോ, ഒന്നും അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ സ്കൂൾ പൂട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുമുണ്ട്. ആകെ ഈ 2 സാധനം മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തത്. വീണ്ടും ഞാൻ തോറ്റ് തിന്നാൻ പഠിക്കുക. ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. അവിടെയൊക്കെ തന്നെ പച്ചക്കളറുള്ളൂ. പിന്നെ ഉള്ളത് ഫുഡിൻ്റെ സാധനങ്ങൾ, കോസ്മെറ്റിക്സ്, സ്കിൻ കെയർ, ഇങ്ങനത്തെ സാധനങ്ങളാണ് പച്ചക്കളറിൽ കൂടുതലും കാണുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് നല്ല റേറ്റാണ്. ഓക്കെ, ഇതെന്താ ഇതെന്താ സാധനം? തൂവലാന്ന് തോന്നുന്നു. എത്ര രൂപയാന്ന് നോക്കാം നമുക്ക്. 140 രൂപേൻ്റെ തൂവലോ? എനിക്ക് തൂവൽ വേണ്ട. പച്ച കളറിലൊരു 10 രൂപേൻ്റെ പെന്നി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു കാർട്ട് എടുത്തിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു പെന്നെടുത്തു. ഇവിടെ ചാർട്ടുകളുണ്ട്. ഇത് ഞാൻ ശ്രീൻ്റെയിൽ കണ്ടുപോകുമെന്ന് എനിക്കൊരു സംശയം. ഞങ്ങൾ നേരത്തെ കണ്ടുമുട്ടിയപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. വെറുതെ എടുത്തിട്ട് ഓളെ പോയിന്റ് പോകും, എൻ്റെ പോയിന്റ് പോകും. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തപ്പിട്ടെടുക്കാം. ഇതാണ് കേസിൻ്റെ നെക്സ്റ്റ് സാധനം. ഇതിന് 35 രൂപയാണ്. ഒരു പൗച്ചാണ് കേട്ടോ അത്. ഇത് ഇതിലേക്ക് വെക്കാം. ഇതെടുത്താലോ? വരയുള്ള മുക്കാണ്, പക്ഷെ അത് 20 രൂപയുള്ളൂ കേസ്. ഇത് പച്ചയാണ്, ഇതും എടുത്ത്. ഗൈസ് 59 രൂപേൻ്റെ ഒരു പച്ച പാത്രം എടുത്തിട്ടുണ്ട്. ഈ റിബൺ നമുക്ക് എടുക്കാം ഗൈസ്. ഇത് 40 റുപ്പീസാണ്. ഇതും ഗ്രീൻ കളറാണ്. ഇതെടുത്തു. ഇനി 34 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ ഈ സാധനം എടുക്കുകയാണ്. 30 രൂപേൻ്റെ ഈ ഗ്രീൻ ടേപ്പില്ലേ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്, ഇത് കേട്ടോ. അത് 30 രൂപയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ 89 രൂപേൻ്റെ ഈ പെന്നെടുക്കാം കേട്ടോ. ഞാൻ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് ഹെൽപ്പ് ചെയ്താട്ടോ. അപ്പോൾ ഇത് രണ്ടും, ഇതിന് 8 രൂപയും ഇതിന് 25 രൂപയാണ്. ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് അപ്പം അടുത്ത 2 സാധനം. ഇതിന് 7 രൂപ ഈ ട്വൈനിന്. ഇത് ത്രെഡാട്ടോ, നമ്മൾ സാധാരണ സൊലി നൂല് കുറക്കുന്ന നൂലില്ലേ, അതിന് 7 രൂപ തന്നെ. അങ്ങനെ 2 സാധനം കൂടി കിട്ടി. ഞാനിവിടെ ഒരു മാർക്കർ ഗ്രീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഷാർപ്പനർ എടുത്തു. പിന്നെ ഇറേസർ എടുത്തു. ഇത് മറ്റേ നീഡിൽ എന്തോ ഒരു ടൈപ്പ് സാധനം കേട്ടോ. ഇത് നമുക്ക് ത്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് 25 രൂപയാണ്. ഇതിന് 5 രൂപ, 10 രൂപ, ആ ഒരു റേഞ്ചിലുള്ള സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഇത് നമുക്ക് ഇതിലിടാം. അത് കേസ് നമ്മൾ നോട്ട് പാഡ് എടുത്തു, ഒരു ഫൈൻ ലൈനർ പെൻ എടുത്തു, ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തു, പിന്നെ ഒരു പെയിൻറ്റ് എടുത്തു. ഇത് 25 രൂപ, 20 രൂപ, 10 രൂപ, 40 രൂപ, ആ ഒരു റേഞ്ചാട്ടോ ഈ സാധനങ്ങളൊക്കെ. ഇത് നമുക്ക് ഇതിലിടാം. ഇതെല്ലാം കൂടി ബില്ല് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ എമൗണ്ടിൻ്റെ മുകളിലാവാൻ സാധ്യതയില്ലേ, ചെറിയ ചെറിയ സാധനങ്ങളല്ലേ. എനിക്കിവിടെ ഒരു സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടോ. എന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ ശ്രീനെ കണ്ടിട്ട് എന്താ സംഭവം എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫയൽ കേട്ടോ. ഇതിന് 35 രൂപയോ 45 രൂപയോ എന്താണ്. ഇതും എടുക്കുന്നുണ്ട്. ഇനി ഷാമിയെ ഞാനിവിടെ കണ്ടിട്ടേ ഇല്ല. ഷാമി എവിടെ പോയിന്ന് എനിക്കൊരു പിടിയില്ല. ഇതിന് എന്താവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇവിടെ വന്നാൽ മതിയായിരുന്നു ആദ്യമേ എനിക്കിപ്പോൾ തോന്നാം. പക്ഷേ നല്ല നല്ല ഭംഗിയുള്ള കപ്പും സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇത് ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഞാൻ വിചാരിച്ച പൈസേൻ്റെ പുറത്ത് പോവില്ലേ എന്നുള്ളത് നോക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സാധനങ്ങൾ എടുത്ത് മാറ്റേണ്ടി വരും. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പച്ചക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 10 രൂപയാണ്. പിന്നെ നമ്മൾ ഈ ബബിളിൻ്റെ ഈ സാധനമല്ലേ, ഇതിന് 50 രൂപയാണ് കേട്ടോ. ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബില്ല് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താ പറയുക, പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ 1256 രൂപയാണ് എനിക്ക് ബാക്കിയുള്ളത്. 10-17 മിനിറ്റുമാണ് ബാക്കിയുള്ളത്. ഇനി അഥവാ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം ഗൈസ്. പിന്നെ ഈ സാധനം ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. പൈസ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു ഗ്രീൻ സ്റ്റിക്കി നോട്ട്സ്, ഗ്രീൻ കളർ ചട്ടയുള്ള ബുക്കാണ്. അപ്പോൾ ഗ്രീൻ സ്റ്റിക്കി നോട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് 199 സംതിങ്ങേ ഉള്ളൂ. അതേപോലെ ഒരു ഗ്രീൻ ബാഗിൻ്റെ ഒരു കുഞ്ഞു മിനി ബാഗാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു സംഭവം 199 സംതിങ് അങ്ങനെയുള്ളൂ. അപ്പോൾ ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ 1-2 സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ അവിടെ നിന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരട്ടോ. ഇവിടെ നിന്ന് ഞാനിപ്പം നേരത്തെ കാണിച്ചതും പിന്നെ ഈ ഒരു ഗ്രീൻ പെന്നും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം ബില്ല് ചെയ്ത് സത്യം പറഞ്ഞ ഈ ചലഞ്ച് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഭയങ്കര ത്രിൽഡായി ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. മോളിൽ നിന്നുള്ള എന്ന് വെച്ചാൽ 3rd ഫ്ലോറിൽ നിന്നുള്ള എൻ്റെ ഷോപ്പിംഗ് മുഴുവൻ കഴിഞ്ഞു.
അടുത്തത് ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്ന ഷോപ്പിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. എനിക്ക് ഈ ഒരു ക്ലോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 39 റുപ്പീസ് സംതിങ് ആണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ എടുത്തു. ഇവിടെ നിന്ന് ഞാനൊരു മറ്റേ നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഞാൻ ഫാൻസിയിൽ കയറിയിട്ട് അവിടെ നിന്ന് 2 സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ 2 സാധനത്തിനും കൂടെ 78 ആയിരുന്നു അവിടെ ഉണ്ട്. പക്ഷേ ആ ചേച്ചി 70 എന്ന് പറഞ്ഞിട്ട് ആ 70 റുപ്പീസിൻ്റെ 2 സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. എത്ര സാധനങ്ങളായി എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഇനിയിപ്പം ഒരു 20 മിനിറ്റ് സംതിങ് ആണ് ബാക്കിയുള്ളത്. ഈ 20 മിനിറ്റോട് ഞാൻ സത്യം പറഞ്ഞാൽ നെസ്റ്റോ ഫുള്ള് കറങ്ങാൻ വേണ്ടി പോവാണ്. കാരണം എന്താ വെച്ചാൽ നെസ്റ്റോയിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടാവും. മിനിസോയിൽ കയറണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഗൈസ്. പക്ഷേ മിനിസോയിൽ ചിലപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തപ്പിയിട്ട് ഇവർ പോകാൻ ചാൻസ് ഉണ്ട്. അതിനുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ മിനിസോയിൽ കയറാം. പിന്നെ ഇതാ ഗ്രീൻ കളറിൽ ഈ ജെൽ സാനിറ്റൈസർ കൊടുത്തത്. ഞാനിപ്പം 1018 രൂപയ്ക്ക് ഇതാ കുറച്ച് സാധനങ്ങളാണ് ഗൈസ് വാങ്ങിച്ചിട്ടുള്ളത്. ഓരൊക്കെ എത്ര വാങ്ങിച്ചെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനിനി വീണ്ടും സ്കൂൾ മാർട്ടിലേക്ക് പോയോക്കാണ്. കാരണം അവിടെ നിന്ന് നമുക്കിങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ നോക്കിയിട്ട് എടുക്കാൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ച് നെസ്റ്റോയിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ അധികം ഈ ഫുഡ്, കോസ്മെറ്റിക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. കോസ്മെറ്റിക്സൊക്കെ നല്ല റേറ്റാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല. എന്നെ കൂടെ പറ്റുന്ന ബഡ്ജറ്റുള്ള സാധനങ്ങളെടുത്ത് ഇപ്പോൾ ടോട്ടൽ 1018 രൂപയായി. ഇനി ഇതിൽ ആകെ 1000 രൂപേൻ്റെ അടുത്ത് മാത്രമേ ബാക്കിയുള്ളൂ ഗൈസ്. അതായത് 980 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. ഞാനിത് ഈ ഗ്രീൻ കളർ ചീർപ്പെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഗ്രീൻ കളർ ഈ ക്രാബില്ലേ ഇതെടുക്കാം. ഗ്രീൻ കളർ ബ്രേസ്ലെറ്റ് കിട്ടി ഗൈസ്. ഇതാ ഇതിന് 100 രൂപയുള്ളൂ ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇതെടുക്കാം കേട്ടോ. ഇനി അധികം സമയം ബാക്കിയില്ല ഗൈസ്. ആകെ 20 മിനിറ്റിൻ്റെ അടുത്ത് സമയം ബാക്കിയുള്ളൂ. ഞാൻ നോക്കി സമയം പോയത് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. സമയം പോയി. ഞാനിപ്പോൾ മാക്സിമം ഇവിടുന്ന് എന്താക്കാൻ എടുക്കാൻ പറ്റും അതൊക്കെ ഞാൻ എടുക്കും. എന്നിട്ടേ ഞാൻ പോവുള്ളൂ ഗൈസ്. ഇനി ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള സമയം എനിക്കില്ല. ശരിക്കും വിട്ടു. ഇനി ഇന്ത്യയിൽ 760 രൂപ ബാക്കിയുണ്ട്. വെറും 10 മിനിറ്റ് ബാക്കിയുണ്ട് ഗൈസ്. കയറിയ ഉടനെ ഞാനൊരു ഫേസ് മാസ്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് 99 റുപ്പീസ്. അപ്പോൾ ഇത് ഞാൻ എടുത്തു. ബാക്കി നമുക്ക് വില കുറഞ്ഞത് മാക്സിമം തന്നെ അവിടെ നിന്ന് എടുക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ ഹണ്ടിങ്ങിലാണ്. പക്ഷെ കിട്ടുമെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ നിന്നൊക്കെ ചിലപ്പോൾ ആദ്യം തന്നെ ഷാമി 5 ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടാവും. കാരണം ഇപ്പം ഞാൻ ഇറങ്ങുമ്പോൾ നേരെ ഷാമി അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഉള്ള നെസ്റ്റോ തന്നെ ആയിരിക്കും പോകുന്നത്. ഗൈസ് ഈ ഒരു ഗ്രീൻ ബുക്ക് 15 രൂപയുള്ളൂ. ഇത് ഞാൻ എടുത്തു. എന്തെടുത്ത് ഗൈസ് ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. ഇത് ഗൈസ് ഗ്രീൻ കളറിലുള്ള ഒരു ഫയലാണ് 30 റുപ്പീസ്. അപ്പോൾ ഇത് ഞാൻ എടുത്തു ഗൈസ്. മറ്റേ പീലർ കിട്ടി. ഇത് ജസ്റ്റ് 99 റുപ്പീസ് ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്തു ഗൈസ്. ഇനി നമുക്ക് വെറും 10 മിനിറ്റിൽ താഴെ മാത്രമേ സമയമുള്ളൂ. ഞാനിത് ഇവിടെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എക്സ്പ്രസ് കൗണ്ടറിൽ കയറിയതാണ്. കാരണം ഇവിടെ നിന്നേ ഉള്ളൂ ഫാസ്റ്റായിട്ട് നമുക്ക് ബില്ലടിച്ച് കിട്ടുക. കൂട്ടത്തിലൊരു ഓർഡർ കൗണ്ടറിൽ തന്നെ ഞാനൊരു ഹെന്ന കോളം കൂടി എടുത്തിട്ടുണ്ട്. ഒരു സ്കിറ്റൻസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇതും കൂടി എടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ ഒരു 5 മിനിറ്റ് ഉണ്ടോന്നല്ല എനിക്ക് കിട്ടിയിട്ട് അറിഞ്ഞൂടാ. ഇപ്പോൾ കാറിൽ ഓടി കയറിയാലേ ഉള്ളൂ നമ്മൾ ക്വാളിഫൈ ആകും. യെസ് ഞാൻ കാറിനെടുത്തെത്തി ഗൈസ്. ഫൈനലായി ഞാൻ കാറിനെടുത്തെത്തി. വേറെ ആരും എത്തിയിട്ടില്ല. നിന്റെ ടൈമിങ് അങ്ങനെ മാറിപ്പോയോ? എനിക്ക് പേടിയാണ്. ഞാനിത് ഈ ഫയലിൽ എല്ലാ സാധനങ്ങളോടും ലാസ്റ്റ് ഒറ്റ ഓട്ടം ഓടിട്ടോ ചെയ്തത്. 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ചധികം ഒരു 1500 രൂപേൻ്റെ അടുത്ത് എനിക്ക് ബാക്കി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പ്രൈസ്. അപ്പം ഞാൻ ഇത് ഈ ഒരു 3 കൂടി കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ബില്ല് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് പറന്ന് പോകണോ? ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് എനിക്ക് മറന്നുപോയി. കാറിലേക്കല്ലേ നമുക്ക് ലിഫ്റ്റിൽ ചാടി കയറി പോവാം. ഇത് കണ്ടോ, നമ്മൾ വെച്ച ടൈമറിൽ ഇനി 3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ സാധനങ്ങളും കൊണ്ടുപോയി ഇവിടെ കാറിലെത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ആരും കാണാനില്ല. കഴിഞ്ഞു ഗൈസ്. പിന്നെ മൊത്തം ബഡ്ജറ്റും കഴിഞ്ഞ് ടൈമും കഴിയാറായി. ഞാൻ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരവിടെ ഉണ്ടാവും തോന്നുന്നു. മൊത്തം കഴിഞ്ഞ് മൊത്തം കഴിയാനായി. ഒരു കാറുണ്ട്. 1 മിനിറ്റ് 6 സെക്കൻഡ് മാത്രം ബാക്കി. ഇപ്പൊ ഡിസ്ക്വാളിഫൈ ആവുമായിരുന്നു. നോക്ക് ഗൈസ്. 55 എവിടെ? 5 ഫസ്റ്റ് ഞാൻ അവിടെ മുകളിൽ വെച്ച് കണ്ടതാ. പിന്നെ ഞാൻ കണ്ടില്ല. 14 സെക്കൻഡ് മാത്രം ഇനി ബാക്കി. 13 സെക്കൻഡ്. 5 എവിടെ? സമയം 5 സെക്കൻഡ്. വേഗം കേറ്. 5 സെക്കൻഡ് ബാക്കിയുള്ളൂ. എനിക്ക് മാത്രമാണ് സാധനം കിട്ടാഞ്ഞത്. ഞാൻ ഇത്ര സാധനമാണ് കേസ് വാങ്ങിയത്. കല്ലൂന് ഉള്ള റെക്കോർഡൊക്കെ നമ്മളിവിടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞങ്ങൾ വിചാരിച്ചില്ല കേസ് ഈ 1.5 മണിക്കൂർ കൊണ്ട് ഈ പൈസയും വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അത് നമ്മൾ അറിയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു മറ്റേ ഒരു സ്റ്റേഷനറി സ്റ്റോറിൽ.
പറഞ്ഞില്ലേ, അവിടെ ഒരു 2000 രൂപയ്ക്കോ മോളിലെ സാധനം ചലഞ്ച് എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെയ്തു, ചെയ്തിട്ടുണ്ട്. ഇനി എന്താവും നമുക്ക് വഴിയെ കാണാം. ഞങ്ങളത് കഴിഞ്ഞു, ഞങ്ങൾ വരുന്നു, റെഡി ആയി നിന്നോ. ഞങ്ങളെ കയ്യില് ഫൂട്ടേജ് ഉണ്ട്. അതെ, തെളിവൊക്കെ ഈ അണക്ക് എത്ര വേണമെങ്കിൽ നിരത്തി തരാം, അതൊന്നൊരു വിഷയമല്ല. ഞങ്ങൾ അവിടെ എത്താനായി. അണക്ക് എന്ത് തോന്നുന്നു സല്ലു? ഞങ്ങളിൽ ആരായിരിക്കും ജയിക്കാൻ ചാൻസ്? സമയത്തിന്റെ പ്രശ്നം കൊണ്ടും പിന്നെ വെറൈറ്റി തപ്പി പോകുന്നതുകൊണ്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നത്. കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഫ്രീ ആണ് ഫസ്റ്റ് കാർ കയറിയത്. കറക്റ്റ് ടൈമിന് ഫസ്റ്റ് കാറിന്റെ ഉള്ളില് 5 മിനിറ്റ് ബാക്കി നിൽക്കെ കയറിയത് ഞാനാ. അതെ, ഞങ്ങള് ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. 1 മിനിറ്റ് 2 മിനിറ്റ് സെക്കൻഡ്സിന്റെ ഡിഫറൻസിലൊക്കെ 5 സെക്കൻഡ് ബാക്കി നിൽക്കാൻ. അതെ, ഓട്ടി വരുന്നുണ്ടായിരുന്നു 5 സെക്കൻഡ്. ഞാൻ മറ്റേ എന്താ പറയാ, ഞാൻ 1 മിനിറ്റും എത്ര സെക്കൻഡ്സും. ഈ സിനിമയിലൊക്കെ എങ്ങനെ കാണൂലേ, അവസാന നിമിഷത്തിൽ ചാടി ഓടി വരുന്നത് അതെ, അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും വന്നിട്ട് കാണാൻ സല്ലു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളായിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഗ്രീൻ കളറിലുള്ള സാധനങ്ങൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ലാസ്റ്റ് എടുത്തത് നിങ്ങൾ കണ്ടില്ല കേട്ടോ. അതൊക്കെ എടുക്കാനുള്ള സമയം കിട്ടില്ല, കാരണം ലാസ്റ്റ് 10 മിനിറ്റിലാണ് ഞാൻ ആ ഷോപ്പിംഗ് ചെയ്തത്. അപ്പൊ ഓരോന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ബില്ലിംഗ് വെരിഫൈ ചെയ്യണം. അത് ഞാൻ ലാസ്റ്റ് വെരിഫൈ ചെയ്യും. ഓക്കെ, ചിലപ്പോ 400 രൂപ അങ്ങോട്ട് ഉണ്ടാവും. പിന്നെ എന്താ അറിയോ, ചിലതില് ഓഫറിലൊക്കെ സാധനങ്ങൾ കിട്ടിയ സാധനങ്ങളുണ്ട്. ഇവിടെ എനിക്ക് ബില്ല് കിട്ടിയാൽ മതി. പൈസ ഞാൻ നിനക്ക് അങ്ങോട്ട് ബാക്കി തരണ്ട കേട്ടോ. ഞാൻ ടൈമും മാനേജ് ചെയ്തു, പൈസയും മാനേജ് ചെയ്തു. ഞങ്ങൾ എത്തുന്നതിന് 5 മിനിറ്റ് കാറിലുണ്ട് ലൈറ്റ്. ഞാൻ ദൂരത്ത് ഞാൻ ഇങ്ങനെ വരുമ്പോ ലാസ്റ്റ് 5 സെക്കൻഡിലാണ് ഞാൻ കേറിയത്. ഞാൻ അങ്ങനെ ആടി ആടി വരും, അപ്പണ്ട് 2 മിനിറ്റ് ഞാൻ ഓടി. എന്നാ ഓരോന്ന് വെച്ച് തുടങ്ങിയോ? അപ്പൊ തുടങ്ങിയാലോ? അപ്പൊ ഓരോന്നായിട്ട് എടുത്തു വെച്ചോ. ഞാൻ ആദ്യം തന്നെ ഒരു ജുറാസിക് പാർക്കിലെ മൊസൈക്ക് ആർട്ട്. ഞാൻ ആദ്യം തന്നെ ഒരു ഗ്രീൻ കളർ വാട്ടർ ബോട്ടിൽ ആണ്. ഞാനൊരു സോപ്പ് വെക്കുന്ന ട്രേ ആണ് ഗൈസ്. ഇതൊരു ആമേന്റെ ഷേപ്പിലുള്ള പച്ച കളർ. ഇത് നിങ്ങൾ കണ്ടിണ്ടാവില്ല, കാരണം ഇത് ലാസ്റ്റ് എടുത്ത സാധനമാണ്. കാണിക്കാൻ സമയം കിട്ടിയില്ല. അടുത്തതായിട്ട് ഞാൻ ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ. ഞാൻ എടുത്തതായിട്ട് ഗ്രീൻ കളർ ബോൾ പെൻ ആണ് ഗൈസ്. ഞാൻ എടുത്തതായിട്ട് ഒരു ഗ്രീൻ കളർ മാറ്റ് ആണ് ഗൈസ്. അടുത്തത് ഞാനൊരു ഗ്രീൻ കളർ സ്റ്റിക്കി നോട്ട്സ്. ഇത് പല വെറൈറ്റി ഉള്ള കുറേ വെറൈറ്റി ഉള്ള സ്റ്റിക്കി നോട്ട്സ് ആണ് ഈ ചെടിയുടെ തീമിൽ കേട്ടോ. ഞാനൊരു ഗ്രീൻ കളർ ലിപ് ബാം ആണ് ഗൈസ്. ഞാനൊരു ഗ്രീൻ കളറിലുള്ള എന്താ ഫേസ് മാസ്ക് ആണ് ഗൈസ്. ഓക്കേ, 3 ഇനി നെക്സ്റ്റ് വരട്ടെ. ഗ്രീൻ കളർ ഫേസ് മാസ്ക്. അല്ല, അത് വേറെ സംഭവം വേറെ ഫേസ് മാസ്ക് ആണ്. ഇനി അടുത്തത് ഗ്രീൻ കളർ സാനിറ്റൈസർ. ഞാനൊരു ഗ്രീൻ കളർ പ്ലസ് കുറച്ച് യെല്ലോ ഉണ്ട്, വിഷയമല്ല, കത്രിക. ആ ഗ്രീൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത 4 വീതമായി. ഗ്രീൻ കളർ കീ ചെയിൻ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബാഗ്, നല്ല കുഞ്ഞു കീ ചെയിൻ കേട്ടോ. അപ്പൊ അത്. അടുത്തത് ഞാനൊരു ഗ്രീൻ കളർ നെയിൽ പോളിഷ് റിമൂവർ ആണ് ഗൈസ്. ഞാനൊരു ഗ്രീൻ കളർ ഒരു ബൗൾ. ഞാനും ഒരു ഗ്രീൻ കളർ നെയിൽ പോളിഷ് റിമൂവർ. അടുത്തത് ഞാനൊരു ഗ്രീൻ കളറിലുള്ള പേഴ്സ്. ഞാനൊരു ഗ്രീൻ കളറിലൊരു ഒറ്റൊന്ന് മാത്രം ഈ എന്താ പറയാ പൈസ ലാഭിക്കാം. പൈസ ലാഭിച്ചത് ഗിഫ്റ്റ് പേപ്പർ വാങ്ങിച്ചു, അതിന് എത്ര 5 രൂപ അങ്ങനെ എന്തോ. ഗ്രീൻ കളർ ക്ലോ ക്ലിപ്പ്. ക്ലോ ക്ലിപ്പ്. ഗ്രീൻ കളർ ക്ലോ ഗ്രീൻ കളർ. ഇത് പലതും പല ടൈപ്പാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഗ്രീൻ കളർ റോസിന്റെ ഒരു ക്ലിപ്പ്. സോറി, ഇത് മറ്റേ നമ്മള് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സംഭവം കേട്ടോ. അത് ഗ്രീൻ കളർ കണ്ടോ. പൂവ്. പൂവ്, അങ്ങനത്തെ 2 പൂവ്. ഞാൻ ഗ്രീൻ കളർ ഒരു ബണ്ണാണ് എടുത്തിട്ട് ഞാൻ ഗ്രീൻ കളർ എടുക്കാൻ വന്നല്ലേ. അടുത്തത് ഇന്റത് ഇത് മറ്റേ എന്താ ഗ്രീൻ ടേപ്പില്ലേ, നമ്മള് ചെടീന്റെ സ്റ്റെമ്മിനൊക്കെ ഒട്ടിക്കുന്നത് ആ സാധനം കേട്ടോ. ലൈറ്റ് ഗ്രീൻ ഒന്ന് ഡാർക്ക് ഗ്രീൻ. ഇത് ഗ്രീൻ അല്ലേ? ഞാൻ വളരെ കൃത്യമായി നോക്കി സേജ് ഗ്രീൻ ആണ് ഉറപ്പ് വെച്ചിട്ട് എടുത്തോണ്ട് വന്നാണ്.
റിബൺ ഉണ്ടോ? അതുണ്ടോ? ഗ്രീൻ കളർ സെയിം റിബൺ. ഓക്കെ അത് പോയി. അടുത്തത് ഗ്രീൻ കളർ നോട്ട് 20 രൂപ. ഇത് ഒറിജിനൽ നോട്ടാ? ഒറിജിനൽ നോട്ടല്ല, 2 രൂപ കിട്ടുന്ന 20 രൂപ നോട്ടാ. അടുത്തതായിട്ട് ഒരു ഗ്രീൻ കളർ പുസ്തകമാണ് ഗൈസ് ഞാൻ വാങ്ങിയത്, ഒരു കഥ പുസ്തകം. എന്റെ ഇതാ ഗ്രീൻ കളർ ഒരു എന്താ 7 രൂപയോ 10 രൂപ എന്തോ ഉള്ള ഒരു പെന്ന് ഗൈസ്. ഓക്കെ, അടുത്തത് ഗ്രീൻ കളർ ലേസർ ലൈറ്റ്. ലാസ്റ്റ് പീസ് ആയിരുന്നു, അപ്പൊ ഞാൻ എടുത്തു. ഇതുണ്ടോ, 3 ബാറ്ററി ഉണ്ട്, കീ ചെയിൻ ഉണ്ട്, ഈ ലേസർ ലൈറ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അടുത്തത് ഞാൻ ഇങ്ങനത്തെ സോപ്പില്ലേ, ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ സോപ്പ് ആക്കിട്ട് കഴുകുന്ന ആ സംഭവമാണ് ഗൈസ് അടുത്തത്. ഇത് ഞാൻ എടുക്കാൻ പോയിട്ടാണോ വെച്ച്? ഞാനൊരു ഒറ്റൊരു ബ്രഷ് ഗൈസ് പച്ച കളറിൽ. അതാരും എടുക്കുന്നുണ്ടോ? ഓക്കെ, അടുത്തത് ഗ്രീൻ കളർ കട്ടിയുള്ള പൈപ്പ് ക്ലീനർ. ഞാൻ എടുത്തത് ഗൈസ് ഗ്രീൻ കളർ ചീർപ്പ്. ഞാൻ എടുത്തിട്ടുള്ളത് ഗൈസ് ഇത് വാഷി ടൈപ്പ് ആണ്, ഗ്രീൻ കളർ. വാഷ് എടുത്തില്ലല്ലോ. അടുത്തത് ഞാൻ ഗ്രീൻ കളർ ഗം. ആരും എടുത്തിട്ടോ എനിക്ക് അറിഞ്ഞൂടാ. എടുത്തില്ല. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുത്തത് ദാ ഈ ഗ്രീൻ കളറിലുള്ള ബ്രേസ്ലെറ്റ് ഇല്ലേ, വെറും 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്, അതോടെ ഞാൻ ഇതെടുത്ത്. ഇനി ഞാൻ ഗ്രീൻ കളറിൽ എടുത്തത് ഈ ഒരു സാധനമാണ് ഗൈസ്. കുഞ്ഞി കാർഡ്, കുഞ്ഞൊരു ഗ്രീൻ കളറുള്ള കാർഡാണ്. അതിനെത്ര 2 രൂപയോ 5 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. കുഞ്ഞി ഗ്രീൻ കളർ കാർഡ്. അത് വേറെ രണ്ട് വെവ്വേറെ കാർഡാണ് ഗൈസ്, പക്ഷെ ഈ ഒരു കുഞ്ഞ് ഗ്രീൻ കളർ കാർഡ് ഞാനും എടുത്തു. പോയില്ല, ഞാൻ വേറെ എന്തൊക്കെ പ്ലാൻ ആയിട്ടാണ് പോയത്. ഞാനിതാ ഈ ഗ്രീൻ കളർ ഈ സംഭവം ഉള്ള ഒരു പെന്ന്, പോപ്പിറ്റ് ഉള്ള ഒരു പെന്ന്. എടുത്തുണ്ടോ? അതുപോലത്തെ സാധനം ഇതിന്റെ അടുത്തുണ്ട് ഗൈസ്, സെയിം പോപ്പിറ്റ് ഉള്ള ഒരു പെന്ന്, പക്ഷെ രണ്ട് ടൈപ്പാ. കളറാണ്. 2 കളറാ, 2 ടൈപ്പ് ഗ്രീനാ. വേണ്ടോ? ഇല്ല വേണ്ട. വേണ്ടല്ലോ. ഞാൻ എടുത്തത് ഒരു ഗ്രീൻ കളർ ഫയലാണ്. അതുപോലെ ഒരു ഫയൽ എന്റെ അടുത്തുണ്ട്, ഞാൻ ലാസ്റ്റ് ഒരു ഗ്രീൻ കളർ ഫയല്. സെയിം അല്ല. ഓക്കെ, ഇതിപ്പോ ഞാൻ തൽക്കാലം വെക്കുക കേട്ടോ. ഇതിന് 35 രൂപ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വാങ്ങിയതാ. ഓക്കെ, അടുത്തത് ഗ്രീൻ കളർ ഒരു ഗമ്മാണ്. ഇത് പാണ്ടക്കുട്ടിക്കുള്ളതാണ് കേട്ടോ. ഇതാണ് സാധനം. നിങ്ങൾ ഈ 1.5 മണിക്കൂർ എന്തൊക്കെയാ എടുത്ത് ഇപ്പഴേ ഇത് ഇവിടെ നിറഞ്ഞ് കഴിഞ്ഞിട്ടില്ല. ഇത് കുറഞ്ഞു എന്നുള്ള വിഷമത്തിലേക്ക് ഞങ്ങൾ ഇത് ഇത്ര മതിയായിരുന്നോ? ഞങ്ങൾക്ക് ഇനി കുറെ സ്ഥലങ്ങളോ വാങ്ങാൻ. നിങ്ങൾ വെറുതെ തന്നോ? ഫ്രീ ആയിട്ട് തന്നോ? ഞങ്ങൾക്ക് എല്ലാരും മനസ്സിലായതുകൊണ്ട് എല്ലാരും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു. എല്ലാരും ഞങ്ങൾക്ക് സ്റ്റാഫുകളൊക്കെ ഗ്രീൻ കളർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്തു തന്നു. അതെ, അല്ല കുഞ്ഞു സാധനം. ഇതിന്റെ തന്നെ വെറൈറ്റി സാധനം ഉണ്ട്. ഇത് സംഭവം ഗ്രീൻ കളർ സ്റ്റിക്കർ ആണ് ഗൈസ്. കണ്ടോ? അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പൊ ഞാൻ എടുത്തു. ഇപ്പൊ നിങ്ങൾ എല്ലാരും അങ്ങോട്ടും കൂടെ എണ്ണം തെറ്റിച്ച് ഇനിയിപ്പൊ അവസാനം എണ്ണേണ്ടി വരും. അടുത്തത് ഞാൻ എടുത്തത് ഒരു പാണ്ടന്റെ ഷാർപ്പനർ ആണ് ഗൈസ്. നല്ല ക്യൂട്ട് ഷാർപ്പനർ. ഇന്റത് ഇതാ ഗൈസ് ഒരു ത്രെഡ് ആണ്, നമ്മൾ സൂചി നൂലിൽ കുറക്കുന്ന സാധനല്ലേ, അതാണ് അടുത്ത. ഇതില് കൊറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയത് 5 ആണ്. ഗ്രീൻ കളർ മൈലാഞ്ചി ട്യൂബ്. ഗ്രീൻ കളർ കണ്ടില്ല ഞാനവിടെ. ഞാൻ വെക്കാൻ പോകുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് പച്ച കളർ കവറാണ് ഇത് ഞാൻ പൈസ എടുത്ത് വാങ്ങിയതാ. ഓക്കെ, ഇന്റത് ഇതാ ഗൈസ് ഒരു ഗ്രീൻ കളർ നോട്ട് പാഡ്. എക്സ്ക്യൂസ് മീ, ഉണ്ടോ? നോട്ട് പാഡ് അല്ല, വേറെ വെറൈറ്റി. ഇത് വേറെ ഇങ്ങനെ തുറക്കുന്നതാണ്, അത് വേറെ ഇങ്ങനെ തുറക്കുന്നതാണ്. ഇതിനൊക്കെ ശരിക്കും ഗൈസ് ഒരു 5 രൂപ 10 രൂപ 15 രൂപ ആ ഇതിലാണ്, അതുകൊണ്ടാണ് കുറെ എണ്ണുള്ളത് കേട്ടോ. സത്യം. എനിക്കിത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്റെ അവസാനത്തായി ഇതാണ്. ഇത് കഴിഞ്ഞു, കീഴടങ്ങി ഞാൻ. നിങ്ങൾക്ക് ഒരുപാട് ബാക്കി ഉണ്ടാവില്ലേ? ഒരുപാടൊന്നുമില്ല, പക്ഷെ കുറച്ചിട്ട് ബാക്കിയുണ്ട്. നല്ല ബാക്കിയുണ്ട്. ഓക്കെ, അടുത്തത് എനിക്ക് മറ്റേ പഫ് സ്പോഞ്ച് ഇല്ലേ, മേക്കപ്പിന്റെ അതൊന്ന്. ഇത് കണ്ടോ, കറക്റ്റ് ഗ്രീൻ ആണ്. ഞാൻ നല്ലൊരു ഗ്രീൻ കപ്പാ ഗൈസ് അടുത്തെടുത്തത്. ഞാൻ കപ്പ് നോക്കിയിട്ട് എല്ലാ സ്ഥലത്തും നടന്നു, പക്ഷെ നല്ല വിലയോണ്ട് ഞാൻ കപ്പ് എടുത്തില്ല. ഞാനും കൊറേ ഉണ്ടല്ലോ അത്. അവിടേക്കും കൂടെ എത്തിയോക്കും. അപ്പൊ ഷാമി ഒഫീഷ്യലി ഞാൻ വരുമ്പോഴേ പറഞ്ഞത് ഞാൻ ഇതിലില്ലാതെ. പക്ഷെ എന്നാലും ഇത്രയും സാധനം. ഓക്കെ, ഇനി അടുത്തത് ശ്രീയും 5 തമ്മിലാണ് ഇനി കോമ്പറ്റീഷൻ നടക്കുന്നത്. ഗ്രീൻ കളർ പീലർ. ഗ്രീൻ കളർ മുടിയിലിടുന്ന ഓക്കെ, ഗ്രീൻ കളർ വെറ്റ് ഫൈറ്റ്സ്. ഗ്രീൻ കളർ ബുക്ക്. നോക്കട്ടെ. ഓക്കെ. ഗ്രീൻ കളർ സ്കിറ്റിൽസ് ബോട്ടിൽ. ഗ്രീൻ കളർ ഒരു മാർക്കർ. പെർമനന്റ് മാർക്കർ ആണ് ഗൈസ്. ഓക്കെ, ഗ്രീൻ കളർ ബബിൾ ഗം. ഗ്രീൻ കളർ എന്താ പറയാ, ബബിൾസ് ഊതുന്ന. ഗ്രീൻ കളർ ജ്യൂസ്. ഗ്രീൻ കളർ ഷാർപ്നർ. ഓക്കെ, എന്റെ കഴിയാൻ പോകുന്ന ഗൈസ് ഗ്രീൻ കളർ ഓർബിറ്റ്. ഗ്രീൻ കളർ പെയിന്റ്.
അത് ലാസ്റ്റ് എടുക്കാം. എന്റെ മറ്റേ ബാഗിലാ. ഇത് ഗ്രീൻ കളർ നോട്ട് പാഡ്. ഗ്രീൻ കളർ മറ്റേ ഇത് ഗ്രീൻ കളർ വേറെ മറ്റേ പെണ്ണിന്റെ വേറെ ടൈപ്പ് പെൻ. ബോൾ പെൻ. ഇത് ഗ്രീൻ കളർ ഇത് ഗ്രീൻ കളർ നമ്മള് എന്താ പറയാ ഡ്രസ്സിന്റെ ഇങ്ങനെ ഇത് എടുക്കൂലേ ഇങ്ങനെ സ്റ്റിച്ച് ഇങ്ങനെ എടുക്കൂലേ ആ സാധനം. ഓക്കെ വളരെ മറ്റേ ഫ്രണ്ട്ലി ആണ്. ഇത് എന്താ ഫിഷിങ്ങിന്റെ മറ്റേ ആ പച്ച കളർ സാധനം പ്ലാസ്റ്റിക്കിന്റെ. ഇത് അവിടെ ഒറ്റയ്ക്ക് മാത്രം വിൽക്കാത്ത റബ്ബറാണ് എനിക്ക് വേണ്ടി 2 രൂപയ്ക്ക് തന്നത്. ഒരു പച്ച റബ്ബർ. ഇനിയാണ് ഇന്റെ ഫയല്. ഇത് ഇന്റെ പച്ച ഫയല്. ഇനിയുണ്ടോ? ഒരു പച്ച പാത്രം. ഓക്കെ ഒരു പച്ച റോളർ. കഴിഞ്ഞു. നിന്റെ ബാഗ് വരും. അതിൽ 2-3 സാധനം കൂടി ഉണ്ട്. എനിക്ക് മറന്നുപോയതാ. ഗൈസ് എന്റെ കയ്യിൽ ഈ 3 എണ്ണം ബാക്കിയുണ്ട്. ഇതൊരു കുഞ്ഞി പൗച്ചാണ് കേട്ടോ. ഒരു കുഞ്ഞി പൗച്ച് ഉണ്ട്. പിന്നെ ഒരു ഗ്രീൻ കളർ നെയിൽ പോളിഷ് ഉണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ ആട്ടോ അത്. പിന്നെ ഒരു ഗ്രീൻ കളറിൽ ഇതാ ഒരു സ്റ്റിക്കി ഗമ്മാണ്. അപ്പൊ ഇത് 3 എണ്ണം ഞാൻ മറന്നുപോയതാണ്. ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് എണ്ണണം. പക്ഷെ ഇത്രയും പൈസ ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് ഇവര്. ഞങ്ങൾ വളരെ കണ്ണിങ് ആയിട്ട് പർച്ചേസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 2 3 4 5 6 സാധനങ്ങളാണ് ശ്രീ എടുത്ത കേസ്. അതോട് പൈസ ലാഭിച്ചിട്ടുണ്ട്. അതിൽ 400 രൂപ സലൂൺ അങ്ങോട്ട് തരാനുണ്ട്. അതിലാണ് 26 സാധനങ്ങൾ. 1600 റുപ്യൊക്കെ വാങ്ങിച്ചേ. 1600 രൂപയ്ക്ക് ഇത്ര സാധനം മേടിച്ചത്. അപ്പൊ ഞാൻ 5 മിനിറ്റ് മുന്നേ ഓടിപ്പടെ ഞാൻ കാറിൽ എത്തുകയും ചെയ്ത് അങ്ങനെയാണ് സിംഗിൾ ചാലഞ്ച് എന്റെ. ഇനി അടുത്തതിന്റെ തന്നെ 1 2 3 ആ ഇട്ട കവറുമില്ലേ? അത് കമ്പനി എടുത്തു. അപ്പൊ ഷാമിനെക്കാളും 6 എണ്ണം കൂടുതൽ ശ്രീക്ക്. ഓക്കെ ഇനി ഇത് 1 2 3 4 വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. കുഞ്ഞു നുണുക്ക് സാധനങ്ങൾ വേറെ ഉണ്ട്. കപ്പുണ്ട്. അങ്ങനത്തെ കുറെ സാധനങ്ങളായിട്ടാണ് ഇന്നത് പോയത്. ഇവരത് കുറച്ചുകൂടെ ഫാൻസിയാണ്. പിന്നെ സ്റ്റോക്ക് വളരെ കുറവുള്ള സാധനങ്ങൾ, ഒറ്റ സ്റ്റോക്കുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഞാൻ ഇതൊക്കെ എടുത്തിട്ടുള്ളത്. ഇല്ല ഓൾറെഡി ഞാൻ കുറെ ക്യാഷ് തന്നല്ലോ. അപ്പൊ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ആ ബില്ല് വേണം 2000 കൂടുതലൊന്നും ആരും പോയിട്ടില്ലല്ലോ. അതൊരാളുടെ ഇതിന്റെ അതിലൊരു ബില്ലും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് എടുത്തരാം. ഇത് ഷാമിന് ടോട്ടൽ ഞങ്ങൾക്ക് തന്ന പൈസക്ക് ഞങ്ങൾ 80 സാധനങ്ങൾ വാങ്ങിച്ചു. അതെ ചെറുതും വലുതുമായ 80 സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത്. ഞാൻ പ്രതീക്ഷിച്ചാലും നന്നായിട്ട് അല്ലേ? ഇതുപോലെ എല്ലാ കളറുകളും തരാവുന്നതാണ്. ഇനി അടുത്തത് പിങ്ക് തരാം, വയലറ്റ് തരാം. പിങ്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബഡ്ജറ്റ് കൊടുത്താൽ 1500 തന്നിട്ട് പിങ്ക് തരും.
അത് പറ്റില്ല. പിങ്ക് കുറച്ച് എന്താ പറയാ, കുറച്ചും കൂടെ നമ്മള് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങള്, കുറച്ചുകൂടെ പൈസ കൂടുതലുള്ളൊക്കെ പിങ്കിന് അങ്ങനെ നല്ല പൈസ ആലോചിക്കാന്നല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഏതാ എന്നൊക്കെ ഞങ്ങളോട് പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ശ്രീലക്ഷ്മി സംഗീത.